ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകം, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, എൻ്റെ നൻപറുകളെ. ടുഡേ ഐ ആം ഗിവിങ് യു സം WH ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കുറച്ച് WH ക്വസ്റ്റ്യൻസാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ സ്പീക്കിംഗ്. വളരെയധികം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സംസാരത്തിൽ ഈ WH. ഇപ്പോൾ WH എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വിചാരിക്കും. WH മീൻസ് വാട്ട്, വിച്ച്, വെൻ, വേർ, ഹൂ, ദെൻ ഹൗ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വളരെയധികം സംസാരത്തിൽ വളരെയധികം പ്രയോജനകരമായിട്ടുള്ള ഒന്നാണ്. മേരാ ഭായി ഓർ ബഹനോം, ആജ് मैं आपको WH क्वेश्चन देता हूँ. എൻ നൻപറുകളെ, ഇന്നേക്ക് വന്ന് WH ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ, വാട്ട്. നമുക്കറിയാം എന്ത് എന്ന അർത്ഥത്തിലാണ് വാട്ട് യൂസ് ചെയ്യുന്നത്. വാട്ട് അല്ലേ? അപ്പോൾ നമുക്ക് പറയാം വാട്ട്സ് യുവർ നെയിം ചോദിക്കാറുണ്ട് അല്ലേ? ആപ്കാ നാം ക്യാ ഹേ, നിങ്ങളുടെ പേര് എന്നാ അല്ലേ? ഈ തരത്തിൽ പോകണം. അപ്പോൾ അതാണ് വാട്ട്. അപ്പോൾ നമുക്ക് പറയാം മൈ നെയിം ഈസ് അല്ലേ, മേരാ നാം അല്ലേ, എന്നോട് പേര് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ അത് വാട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? നമ്മൾ സംസാരത്തിൽ എല്ലായ്പ്പോഴും എല്ലാ സമയത്തും ഉപയോഗിക്കുന്ന ഒന്നാണ് വാട്ട്. അതുപോലെ നെക്സ്റ്റ് വൺ, വേർ അല്ലേ? വേർ, എവിടെ അല്ലേ? വേർ ആർ യു ഗോയിങ്, ആപ് കഹാം സെ ഓർ കിധർ സെ ജാ രഹി ഹെ അല്ലേ എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് തമിഴിൽ നീങ്ക എങ്കേക്ക് കലമ്പുറാൾ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ വാട്ട്, ദെൻ വേർ, ദെൻ ഹൂ അല്ലേ? ആര് എന്നുള്ള അർത്ഥത്തിൽ അല്ല നമ്മൾ എന്തുപയോഗിക്കുന്നത്, ഹൂ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഹൂ ഈസ് യുവർ ഫാദർ അല്ലേ? ആരാണ് നിൻ്റെ അച്ഛൻ അല്ലേ? ആപ്കോ പിതാ ക്യാ ഹേ ഓർ കോൻ ഹേ എന്നൊക്കെ ചോദിക്കും അല്ലേ? അപ്പോൾ എന്നോട് അപ്പ യാര്, അവരുടെ പേരെന്ന എല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 2-3 പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? വാട്ട് പറഞ്ഞു, ദെൻ വേർ പറഞ്ഞു, ദെൻ ഹൂ. അപ്പോൾ ജസ്റ്റ് ഐ ആം വാക്കിംഗ് ആൻഡ് ടേക്കിംഗ് ദി വീഡിയോ മൈ ഫാം. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് വെരി ഗ്രീൻഫുൾ ഫോർ യു. എനിവേ യു ഷുഡ് ക്യാച്ച്. ഓക്കെ, ഇപ്പോൾ 2-3 പറഞ്ഞു. പിന്നെ നമ്മൾ വരുന്നതാണ് ഇപ്പോൾ വാട്ട് പറഞ്ഞു, വേർ പറഞ്ഞു, ഹൂ അല്ലേ? വെൻ അല്ലേ? കബ്, എപ്പോൾ എന്ന അർത്ഥത്തിൽ അല്ലേ? വെൻ ഈസ് യുവർ ബർത്ത്ഡേ ചോദിക്കും അല്ലേ? എപ്പോഴാണ് നിൻ്റെ പിറന്നാൾ? വെൻ, എപ്പോൾ. കബ് അല്ലേ? അപ്പോൾ എന്നുള്ള അർത്ഥത്തിലാണ് ഏതാ വെൻ ഉപയോഗിക്കുന്നത്. ബർത്ത്ഡേ എപ്പോഴാണ് അല്ലേ? ഉന്നോടെ പിറന്തനാൾ എന്നൊക്കെ പറയും ഏതാ തമിഴിൽ പറയുമ്പോൾ. പിന്നെ നമുക്ക് വരുന്നതാണ് ഹൗ അല്ലേ? ഹൗ എന്നുള്ളത് നമുക്കറിയാം അല്ലേ? എന്ത്, എപ്പോൾ അല്ലേ? ഹൗ ആർ യു അല്ലേ? ആപ് കൈസി ഹോ അല്ലേ? உங்களுக்கு സുഗന്ധാന എന്നൊക്കെ നമ്മൾ തമിഴിൽ പറയും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇനിയിപ്പോൾ വേറെ വരുന്നതാണ് വിച്ച് ഉണ്ട്. ഏത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് വിച്ച് അല്ലേ? അപ്പോൾ അതുപോലെ വിച്ച്, വേർ, വെൻ, ഹൂ. ഹും ഉപയോഗിക്കും ആരോട് അല്ലേ? ഹും ഐ കൺസിഡർ എന്ന് പറയും. ആരെയാണ് ഞാൻ പരിഗണിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് വളരെയധികം ഉപകാരപ്രദമാണ് നമ്മളുടെ സംസാര ഭാഷയിൽ. അതുകൊണ്ട് ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഞാൻ പറയുന്നത്, എൻ്റെ വീഡിയോകൾ നിങ്ങൾ സ്ഥിരമായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതെല്ലാം മനസ്സിലാക്കിയാൻ കഴിയും എന്ന് എനിക്കുറപ്പുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ ഈ ഭാഷകൾ പലതും നിങ്ങൾക്ക് വശ്യമായി സംസാരിക്കാൻ കഴിയും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. സോ ഞാൻ ഒന്നുകൂടി എൻ്റെ ചാനലുകളിലെ ലിങ്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ യൂട്യൂബ് ലിങ്ക് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് പ്രകാശ് TK Menon. Step up with English, Prakash TK Menon. Subscribe it, otherwise you can get the continuation of the classes. Then share it maximum as you can. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് ലിങ്കാണ് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് 108. സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് 108. ഓക്കെ, ദെൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് പ്രകാശ് TK 7. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഫോളോ ചെയ്യണം. ദെൻ ഷെയർ, ഫോളോയിങ് ആൻഡ് ഷെയർ. ഓക്കെ, ദെൻ see you in my next video. Okay.